ഹായ് ഗായ്സ്, ഞാൻ നൂറാഷാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് എല്ലാവർക്കും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇന്ന് നമ്മൾ വെളുത്തുള്ളി എങ്ങനെയാണ് ഉണക്കി പൊടിച്ചെടുക്കുന്നതെന്നാണ് കേട്ടോ കാണിക്കുന്നത്. ഗാർലിക് പൗഡറാണ് നമ്മൾ റെഡിയാക്കുന്നത്. അതിനായിട്ട് ഞാൻ കുറച്ച് വെളുത്തുള്ളി എടുക്കുന്നുണ്ട്. ഇത് 1 കിലോ വെളുത്തുള്ളി ഉണ്ട് കേട്ടോ, പക്ഷേ ഇത്രയൊന്നും നമ്മൾ എടുക്കണില്ല. നമ്മൾ ആവശ്യത്തിന് ഇതുപോലെ തൊലി കളഞ്ഞെടുക്കുക കേട്ടോ. ഫസ്റ്റിലത്തെ ആ തൊലികളൊക്കെ കളഞ്ഞെടുക്കുക. ഫുള്ളായിട്ട് തൊലി കളയേണ്ട കാര്യമില്ല കേട്ടോ. ഈ ഒരു പരുവത്തിലെടുത്താൽ മതി. ഞാനിങ്ങനെയാണ് എടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ എല്ലാം തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ. നമുക്ക് ആവശ്യത്തിന് എത്ര വേണോ അത്രയും നമുക്ക് എടുക്കാം. എല്ലാവർക്കും നല്ല സിമ്പിളായിട്ട് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സമയത്ത് കാണിക്കുന്നത്. നമുക്ക് നോമ്പിലേക്കൊക്കെ ആവശ്യമുണ്ടല്ലോ, അതുകൊണ്ടാണ് കേട്ടോ ഞാനിപ്പോൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞെടുക്കുക. ഗാർലിക് പൗഡർ നമുക്ക് എപ്പോഴും വീട്ടിൽ ആവശ്യമാണല്ലേ, അതുകൊണ്ട് തന്നെ നമുക്ക് സിമ്പിളായിട്ട് റെഡിയാക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. ഞാൻ ഇപ്പോഴത്തെ ആവശ്യത്തിന് മാത്രമാണ് റെഡിയാക്കി എടുക്കുന്നത്. നിങ്ങൾക്ക് എത്ര ആവശ്യമുണ്ടോ അത്ര റെഡിയാക്കി എടുക്കാം കേട്ടോ. ഞാനിതാ ഒരു ഇത്രയും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. മുകളിലത്തെ തൊലി മാത്രമാണ് കളഞ്ഞെടുത്തിട്ടുള്ളത്. എന്നിട്ട് നല്ലതുപോലെ 2-3 തവണ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ഒരു വാഷ് ചെയ്തത് നമ്മൾ ഒരു അരിപ്പയിലേക്ക് ഇട്ട് വെള്ളമൊക്കെ കളഞ്ഞെടുക്കാം. തുടച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. വെള്ളം ഇങ്ങനെ ഇതുപോലെ കളഞ്ഞെടുത്താൽ മാത്രം മതി. എന്നിട്ട് ഒരു മിക്സിയുടെ ജാറെടുത്ത് കുറേശ്ശെയായി ഇട്ടിട്ട് നമുക്ക് ഇത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ. പൾസ് മോഡിൽ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഞാൻ ഈ കാണിക്കുന്ന ഒരു പരുവത്തിൽ മാത്രം ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇങ്ങനെ ക്രഷ് ചെയ്തതിന് ശേഷം ഇതിൽ നമുക്ക് ക്രഷായി കിട്ടാത്തതുണ്ടെങ്കിൽ നമുക്ക് എടുത്തിട്ട് ഒന്നുകൂടി ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതുപോലെ മുഴുവനായിട്ട് കിടക്കുന്നത് ഒന്നുകൂടി ചതച്ചെടുക്കാം. എന്നിട്ട് ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് എടുത്ത് അതിലേക്ക് വേണം കേട്ടോ നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ ഒരു ബട്ടർ പേപ്പർ ആയാലും മതി. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വെളുത്തുള്ളിക്ക് ഒരു ഒട്ടലുണ്ടല്ലോ, അത് നമ്മുടെ പാത്രത്തിൽ പിടിച്ചാൽ നമുക്ക് വിട്ടു പോരാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ പ്ലാസ്റ്റിക് പേപ്പറിൽ ഇട്ട് കൊടുക്കുന്നത്. ഇത് നല്ലതുപോലെ ഒന്ന് പരത്തി വെച്ച് കൊടുക്കുക കേട്ടോ. മുഴുവനായിട്ട് കിടക്കുന്നതൊക്കെ മാറ്റിയിട്ട് ഒന്നുകൂടി ചതച്ചെടുത്തിട്ട് വരിക. ഇതുപോലെ ഞാൻ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ ഒന്ന് പരത്തിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ഇത് 2 ദിവസത്തെ വെയിലൊന്ന് കൊള്ളിച്ചെടുക്കാം കേട്ടോ. ഒറ്റ ദിവസം കൊണ്ട് തന്നെ എനിക്ക് ഉണങ്ങി കിട്ടി കേട്ടോ. പക്ഷേ ഞാൻ കുറച്ച് നാൾ ഇരിക്കാൻ വേണ്ടിയിട്ട് 1 ദിവസം കൂടി വെയിൽ കൊള്ളിക്കുന്നുണ്ട്. അങ്ങനെ ടെറസിൻ്റെ മുകളിലാണ് വെച്ചിരിക്കുന്നത്. 2 ദിവസം നമ്മൾ ഇതുപോലെ വെയിൽ കൊള്ളിച്ചപ്പോൾ ഈ ഒരു പരുവത്തിലായിട്ടുണ്ട് കേട്ടോ. നല്ലതുപോലെ മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ കൈ കൊണ്ട് പൊടിച്ചാൽ തന്നെ പൊടിയണ ഒരു പരുവത്തിലായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. ഇതുപോലെ തന്നെ നമുക്ക് ഓവനിൽ റെഡിയാക്കി എടുക്കാം, OTGയിലൊക്കെ റെഡിയാക്കി എടുക്കാം കേട്ടോ. ഞാൻ മിക്സിയിൽ പൊടിച്ചപ്പോൾ നല്ല പൗഡർ പോലെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പരുവത്തിൽ നമുക്ക് പുറത്ത് തന്നെ സൂക്ഷിക്കാം. ഫ്രിഡ്ജിലൊന്നും സൂക്ഷിക്കേണ്ട കാര്യമില്ല കേട്ടോ. നല്ലതുപോലെ വെയിൽ ഒളിച്ചെടുത്താൽ മാത്രം മതി. നമുക്ക് പുറത്ത് തന്നെ സൂക്ഷിക്കാം കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഗാർലിക് പൗഡർ വീട്ടിലിങ്ങനെ റെഡിയാക്കി എടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഓവനിൽ നമുക്ക് നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയെടുത്ത് ഇതുപോലെ മുരിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഓവനിൽ റെഡിയാക്കി എടുക്കാൻ സാധിക്കും കേട്ടോ. ഓവനിലാവുമ്പോൾ നമുക്ക് കുറച്ചുകൂടി കളർ മാറ്റം ഉണ്ടാവും, കുറച്ചുകൂടി ഡാർക്ക് ഷെയ്ഡിൽ വരും. ഇത് നല്ല വൈറ്റ് കളറിലാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല യൂസ്ഫുൾ വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.